അടുത്ത് നമുക്ക് പഠിക്കാനുള്ള അസ്ഥിരവാദങ്ങളാണ്. അസ്ഥിരവാദങ്ങൾ എന്ന് പറയുമ്പോൾ ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥയിൽ രൂപം കൊള്ളുന്ന തികച്ച വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെ കാര്യങ്ങളാണ് അസ്ഥിരവാദങ്ങൾ. ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള കാര്യങ്ങളെയാണ് അസ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളുമാണ്. ചക്രവാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്തരീക്ഷത്തിൽ ചിലയിടങ്ങളിൽ ന്യൂനമർദ്ദവും ഉണ്ടാവും, ചിലയിടങ്ങളിൽ ഉച്ചമർദ്ദവും ഉണ്ടാവും. അതായത് താപ വിതരണത്തിൻ്റെ വ്യത്യസ്തമായ താപവിതരണം നടക്കുന്നതുകൊണ്ട് അന്തരീക്ഷത്തിൽ ചിലയിടങ്ങളിൽ ന്യൂനമർദ്ദവും ചിലയിടങ്ങളിൽ ഉച്ചമർദ്ദവും രൂപപ്പെടാം. ഇങ്ങനെയുള്ള ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് അതിശക്തമായിട്ട് കാറ്റ് ചുറ്റി വീശുമ്പോൾ കോറിയോലിസിസ് പ്രഭാവത്താൽ എന്ത് ചെയ്യുന്നു, ആ കാറ്റിൻ്റെ ദിശ മാറും. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങോട്ടായിരിക്കും, ഉത്തരാർദ്ധഗോളത്തിൽ റൈറ്റ് സൈഡിലോട്ട്, അതായത് ഇത് പഠിച്ചിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലാണ് ഇതിൻ്റെ ദിശ വലതു ഭാഗത്തോട്ടും, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഇടത് ഭാഗത്തോട്ടും തിരിയുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ വലതു ഭാഗത്തോട്ടും, ഉത്തരാർദ്ധഗോളത്തിൽ ഇടത് ഭാഗത്തോട്ടും തിരിയുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നു, കാറ്റ് ഈ ഭാഗങ്ങളിലെല്ലാം ഉച്ചമർദ്ദം, ഈ ഒരു ബ്ലാക്ക് സ്പോട്ടിൽ ലോ എൽ എന്ന് കാണിച്ചിരിക്കുന്ന ന്യൂനമർദ്ദമാണ് വിചാരിക്കും, ഹൈ എന്ന് കാണിച്ചിരിക്കുന്ന ഉച്ചമർദ്ദമുള്ള മേഖല. അപ്പോൾ മർദ്ദം കൂടിയ ഭാഗത്തേക്ക് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് വായു പ്രവഹിക്കും, അത് ശക്തമായിട്ട് പ്രവഹിക്കും. എന്നാൽ അതേ സമയത്ത് തന്നെ കോറിയോലിസിസ് പ്രഭാവത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ദിശയിൽ മാറ്റവും വരുന്നു. ഈ സംഭവം നടക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ, അപ്പോൾ ഇങ്ങോട്ടാണ് കാറ്റ് പോകേണ്ടതെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ അത് എന്ത് ചെയ്യുന്നു, കോറിയോലിസിസ് ഭാഗത്തിൻ്റെ മാറ്റി ഇടത് ഭാഗത്തോട്ട് വരുന്നു. അങ്ങനെയാകുമ്പോൾ ഇങ്ങോട്ടാണ് എതിർ ഘടികാര ദിശയിൽ വരുന്നു, ഇങ്ങോട്ടാണ് വരുന്നത്. ഇപ്പോഴും ഹൈ ഭാഗത്തു നിന്ന് ലോ ഭാഗത്തേക്ക് എന്ന രീതിയിൽ കാറ്റിങ്ങനെ ദിശ മാറിയിട്ട് ഇങ്ങോട്ട് വരുന്നു. ക്രമേണ അതെന്ത് ചെയ്യുന്നു, ഒരു ചുഴലിക്കാറ്റിൻ്റെ രീതിയിലോട്ട്, അതായത് ഒരു ചക്രത്തിൻ്റെ രീതിയിൽ ഇങ്ങനെ മാറുന്നതാണ് ചക്രവാതം എന്ന് പറയുന്നത്, സൈക്ലോൺസ്. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും, അതെ ഘടികാര ദിശയിൽ തന്നെയാണ് വരും. ഇവിടെ ലോ ആണ്, ഹൈ ആണ്, ഇവിടെ ഹൈ മർദ്ദമായിരിക്കും, അതായത് ഉച്ചമർദ്ദവും ഇവിടെ ഉൾഭാഗത്ത് ന്യൂനമർദ്ദവും ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് എന്ന രീതിയിൽ കാറ്റ് പ്രവഹിക്കുന്നു. ക്രമേണ അതൊരു ചക്രത്തിൻ്റെ രൂപത്തിൽ ആയി മാറുന്നുണ്ട്. അങ്ങനെയുള്ള വാദങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ചക്രവാതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കാം, ന്യൂനമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ചുറ്റുമുള്ള ഉച്ചമർദ്ദ കേന്ദ്രത്തിലേക്ക്, ന്യൂനമർദ്ദ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായിട്ടുള്ള കാറ്റ് ചുഴറ്റി വീശുന്നുണ്ട്. കോറിയോലിസിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വീശുന്നത് എങ്ങനെയാണ്, എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലെ ഘടികാര ദിശയിലുമാണ് പറയുന്നത്. ഇങ്ങനെ രൂപപ്പെടുന്ന കാലാവസ്ഥ മേഖല അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് വിളിക്കാം, ഉഷ്ണമേഖല. അതായത് ഉഷ്ണമേഖല എന്തുണ്ടാവുന്നത്, ചക്രവാതങ്ങൾ ഉണ്ടാവുന്നത്. കാരണം വ്യത്യസ്തമായിട്ടുള്ള താപവിതരണത്തിൻ്റെ ഫലമായിട്ടാണ് രണ്ട് തരത്തിലുള്ള
അതിന് ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവും രൂപപ്പെടുന്നതും അതിൻ്റെ ഫലമായിട്ടാണ് കാറ്റിൻ്റെ ഈ ഒരു പ്രതിഭാസം, അതായത് അസ്ഥിരവാദം രൂപപ്പെടുന്നത്. ഇവയെ നമുക്ക് ഉഷ്ണമേഖല ചക്രവാതം എന്നും മിതോഷ്ണ മേഖല ചക്രവാതം എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഉഷ്ണമേഖലയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതം എന്നും, മിതോഷ്ണ മേഖലയിലാണെങ്കിൽ മിതോഷ്ണ മേഖല ചക്രവാതം എന്നും വിളിക്കും. അപ്പോൾ ഇതിൽ ലക്ഷദ്വീപിൽ 2017 നവംബർ മാസമാണ് ഓക്കി. അതെന്താണ്? ഇതിനൊരു ഉദാഹരണമാണ്. ഓക്കി 2017 നവംബർ മാസത്തിൽ ലക്ഷദ്വീപിൽ ആഞ്ഞടിച്ച ഓക്കി. ഓക്കെ, അത് എന്തിന് ഉദാഹരണമാണ്? ചക്രവാതത്തിന് ഉദാഹരണമാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടാണ് ഓക്കി കടന്നു പോയത്. ഇനി എന്താണ് പ്രതിചക്രവാതം എന്ന് നോക്കാം. പ്രതിചക്രവാതത്തിൽ ഇതുപോലെ എന്താണ്, അതിൽ നേരത്തെ ഒരു സർക്കിളിനുള്ളിൽ ഉൾഭാഗത്തായിരുന്നു ന്യൂനമർദ്ദം, പുറംഭാഗത്ത് ഉച്ചമർദ്ദ മേഖലയായിരുന്നു. എന്നാൽ പ്രതിചക്രവാതത്തിൽ ഉൾഭാഗത്ത് ഉച്ചമർദ്ദവും പുറംഭാഗത്ത് ന്യൂനമർദ്ദ മേഖലയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതായത് ഉൾഭാഗത്തുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് പുറംഭാഗത്തോട്ട് എന്ത് ചെയ്യുന്നു, ഘടികാര ദിശയിലും എതിർഘടികാര ദിശയിലുമൊക്കെ കാറ്റ് ചുറ്റി വീശുന്നതിനെയാണ് പ്രതിചക്രവാതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ മേഖലകളിലേക്ക് ശക്തമായിട്ട് കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണെന്ത്? പ്രതിചക്രവാതം. അതും ഇവിടെയും കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ്, എതിർ ഘടികാര ദിശയിലുമാണ് കാറ്റ് വീശുന്നത്. ഇനി ഇപ്പോൾ എന്താണ് ചക്രവാതം എന്നും പ്രതിചക്രവാതം എന്നും മനസ്സിലായി. അടുത്തത് നമുക്ക് കാറ്റുകളൊന്ന് വർഗീകരിച്ച് നോക്കാം. ആദ്യം തന്നെ കാറ്റുകൾ നമ്മൾ ആഗോളവാതങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗോളവാതങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗോള മർദ്ദമേഖലയിൽ വാണിജ്യവാദം, പശ്ചിമവാദം, പിന്നെ ധ്രുവീയ വാദങ്ങൾ അല്ലേ, ആ രീതിയിൽ നമ്മളതിനെ രൂപീകരിച്ചു. പിന്നെ വരുന്നത് പ്രാദേശികവാദങ്ങൾ പഠിച്ചു, പിന്നെ അസ്ഥിരവാദങ്ങളും പഠിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്, പ്രാദേശികവാദങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്, മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ, തെക്ക് കിഴക്കൻ മൺസൂൺ എന്നൊക്കെ വരുന്ന കാലികവാദങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ കാലികവാദങ്ങൾ എന്നാണ് എഴുതേണ്ടത്. മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ, പർവ്വതക്കാറ്റ്, കടൽക്കാറ്റ്, താഴ്വരക്കാറ്റ്, കരക്കാറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും പഠിച്ചു. എന്താണ് കാലികവാദം എന്ന് പറഞ്ഞാൽ? കാലികവാദം എന്ന് പറഞ്ഞാൽ പീരിയോഡിക് വിൻഡ്സ് ആയിരുന്നു അല്ലേ, ചില പ്രത്യേക സമയത്ത് മാത്രം വീശുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ പോലെയുള്ള അങ്ങനെയുള്ള കാറ്റുകൾ. ചക്രവാതം, പ്രതിചക്രവാദം, അസ്ഥിരവാദം. പ്രാദേശികവാദങ്ങളിൽ ലോ, കാൽബൈശാഖി, മാംഗോ ഷവർ പോലെയുള്ള വരും അല്ലെ, ചിനൂക്ക്, അങ്ങനെയൊക്കെ. ആഗോളവാദം നമുക്കറിയാം, വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയ വാദങ്ങൾ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്കതിനെ മുഴുവനായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഷോർട്ടാക്കി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അന്തരീക്ഷത്തിൽ ഈ കാറ്റുകളുടെ എല്ലാം ഉത്ഭവം നടക്കുന്നതിന് എന്ത് വേണം? മർദ്ദ വ്യത്യാസം വേണം. അപ്പോൾ മർദ്ദ വ്യത്യാസം നടക്കണമെങ്കിൽ നമുക്ക് താപവ്യത്യാസം വേണം. താപവ്യത്യാസത്തിന് ആവശ്യം എന്താണ്? സൂര്യപ്രകാശം. അപ്പോൾ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ ശക്തിക്കും പിന്നിൽ നമുക്കുള്ളത് എന്താണ്?
സൂര്യൻ്റെ ഒരു ഊർജ്ജമാണ്, സൗരോർജ്ജമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഊർജ്ജമായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള സൂര്യൻ്റെ ഊർജ്ജത്തോടു കൂടിയാണ് ഭൂമിയിലെ ഈ പ്രഭാവങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ.